कंसच्छेदन कौरवादिहननं कुन्तीसुधापालनम् एतद्भागवतं पुराणकथितं श्रीकृष्णलीलामृतं स्वामिये शरणमय्यप्पा. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടക്കതും കല്ലമ്പള്ളി തെരുവിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യ പുരാതന ക്ഷേത്രമാണ് കല്ലമ്പള്ളി ശ്രീ മാർക്കണ്ഡേയ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൈങ്കുന്നി ഉത്ര ഗ്രാമാഭിഷേകം മഹോത്സവം 2026 31 മാർച്ച് 30 ഏപ്രിൽ 1 തീയതികളിൽ നടന്നു. സാംസ്കാരിക സമ്മേളനം അയ്യപ്പ തത്വം സനാതന ആധ്യാത്മിക പ്രഭാഷണം ആരംഭിക്കുകയാണ്. മുഖ്യപ്രഭാഷകൻ യജ്ഞാചാര്യൻ ഡോക്ടർ മണ്ണടി ഹരി അവർകളാണ്. വേദിയിലേക്ക് അവരെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭജൻ സംഘത്തിലെ ആൾക്കാരെ സ്വാഗതം ചെയ്യും. വിധീന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാം മേ വിധത്താം ശ്രിയം കാപി കല്യാണമൂർത്തിഃ സഹസ്രം വർത്തന്തെ ജഗതി വിബുധാഃ ക്ഷൂത്രഫലദാഃ ന മന്യേ സ്വപ്നേ വാ തദനുസരണം തത്കൃതഫലം ഏതദ്ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം സ്വാമിയേ ശരണമയ്യപ്പ. ഈശ്വര പ്രാർത്ഥന അവതരിപ്പിച്ചത് ശ്രീമതി രുക്മിണി ജനാർദ്ദനൻ, ശ്രീകൃഷ്ണ ഭജന സംഘം, ദീക്ഷത്തൂര്. അപ്പോൾ നമ്മൾ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു. ഇനി നമ്മൾ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി സ്വാഗതം ചെയ്യുന്നത് ബ്രഹ്മശ്രീ തലക്കുളങ്ങര എസ് ഗണപതി പോറ്റി താന്ത്രിക ജ്യോതിഷാചാര്യനെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷനായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജി കെ സുരേഷ് ബാബു, മുൻ ചീഫ് എഡിറ്റർ, ജനൻ TV, വൈസ് പ്രസിഡന്റ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. ശ്രീമാൻ വിജി തമ്പി, ചലച്ചിത്ര സംവിധായകൻ, സംസ്ഥാന കേരള വിശ്വ ഹിന്ദു പരിഷത്ത്. ശ്രീമാൻ വെങ്കട് ശർമ്മ, മുൻ കൗൺസിലർ, മുൻ പ്രസിഡന്റ് KHNA USA, കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. ശ്രീമാൻ ഹരികുമാർ, ഫോർട്ട് വാർഡ് കൗൺസിൽ. ശ്രീ ഷാജു വേണുഗോപാൽ, സംസ്ഥാന പ്രചാർ പ്രമുഖ്, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. ഈ യജ്ഞത്തിന് ആചാര്യനായിട്ടുള്ള അയ്യപ്പ തത്വം സനാതനധർമ്മ ആധ്യാത്മിക പ്രഭാഷണം നയിക്കുന്ന യജ്ഞാചാര്യൻ ഡോക്ടർ മണ്ണടി ഹരികവർ ഈ പ്രോഗ്രാമിൽ ഈ ഒരു ആധ്യാത്മിക പ്രഭാഷണത്തിലേക്ക് എല്ലാവരെയും ഹാർദപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ. തീർച്ചയായിട്ടും വേദിയിലിരിക്കുന്ന പ്രഗത്ഭര്, ആധ്യാത്മിക ആചാര്യർ എല്ലാവരെയും വണങ്ങിക്കൊണ്ട് ഇന്ന് ഈ സദസ്സിൽ വന്നിട്ടുള്ള എല്ലാ അമ്മമാരെയും ഗുരുജനങ്ങളെയും വണങ്ങിക്കൊണ്ട് അധ്യക്ഷ പ്രസംഗമായിട്ടൊന്നും നീട്ടുന്നില്ല. നമ്മുടെ ഈ അമ്പലത്തിൽ എല്ലാ വർഷവും
ഈ പങ്കുനിത്രത്തോടനുബന്ധിച്ച് ഇതുപോലെ ഒരു ആധ്യാത്മിക സദസ്സ്, സാംസ്കാരിക സദസ്സ് ഉണ്ടാകുന്നതിന് അയ്യപ്പൻ്റെ അനുഗ്രഹം വേണം. അതോടൊപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അയ്യപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ നിങ്ങളെല്ലാവരുടെയും കൂട്ടായ്മയായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ആദ്യമായിട്ട് 2 വാക്ക് സംസാരിക്കുന്നതിന് ഇത്രയും തിരക്ക് പിടിച്ച സമയത്ത് ഇവിടെ എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മുടെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ വിജിത് തമ്പി സാറിന് നിങ്ങളുടെ അനുഭവത്തോടു കൂടി ഞാൻ ക്ഷണിക്കുന്നു. ഇവിടെ വിശദമായ രീതിയിൽ തന്നെ ഒരു അയ്യപ്പ ധർമ്മ പ്രഭാഷണം മുഖ്യപ്രഭാഷകൻ ഡോക്ടർ മണ്ണടി ഹരി നിർവഹിക്കുന്നുണ്ട്. എന്താണ് ശാസ്താവെന്നും എന്താണ് അയ്യപ്പനെന്നും എല്ലാമുള്ള വളരെ വിശദമായി അദ്ദേഹം പറയുമെന്നാണ് വിശ്വസിക്കുന്നത്. ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ രക്ഷകനാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളം പരശുരാമസ്വാമി വീണ്ടെടുത്തപ്പോൾ, സൃഷ്ടിച്ചു എന്ന് പറയുന്നതല്ല, വീണ്ടെടുത്തു എന്ന് പറയുന്നതാണ് ശരി. അതൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. അങ്ങനെ വീണ്ടെടുക്കുന്ന സമയത്ത് ഈ കേരളത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് കടലോരങ്ങളിലെല്ലാം ദുർഗാലയങ്ങളും മധ്യഭാഗങ്ങളിൽ വൈഷ്ണവ, ശൈവ, ഗണപതി അങ്ങനെയുള്ള ഈശ്വരന്മാരുടെ പ്രതിഷ്ഠകളും, പശ്ചിമഘട്ടം മലനിരകൾ സംരക്ഷിക്കാൻ വേണ്ടി ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളുമാണ് നിർമ്മിച്ചത്. അപ്പോൾ രക്ഷകനായിട്ടാണ് ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ചത്. ആ ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട്. ആ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള 5 ക്ഷേത്രങ്ങൾ പഞ്ചരൂപത്തിൽ ശാസ്താവിനെ പരശുരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളാണ്. കോത്തൂപ്പുഴയിൽ ബാലകൻ്റെ രൂപത്തിലും, ആര്യങ്കാവിൽ യൗവനയുക്തനായ പോരാളിയായിട്ടും, അച്ചൻകോവിലിൽ പൂർണ്ണാപുഷ്കലാസമേതനായ ഗൃഹസ്ഥനായിട്ടും, ശബരിമലയിൽ സന്യാസ രൂപത്തിൽ കൊടികൊള്ളുന്ന സന്യാസിയായിട്ടും, ആ സന്യാസ രൂപത്തിൻ്റെ ആത്മചൈതന്യമായി കാന്തമല, പൊന്നമ്പലമേടെന്ന് പറയുന്നു, പക്ഷേ യഥാർത്ഥ കാന്തമല ഇന്നും അജ്ഞാതമാണ്. ആ കാന്തമലയിൽ പണ്ട് പൊന്നമ്പലം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൊന്നമ്പലമേടെന്ന് അതിനറിയപ്പെടുന്നത്. അതിപ്പോൾ എവിടെയാണെന്ന് അജ്ഞാതമാണ്. അവിടെയാണ് അയ്യപ്പസ്വാമിയുടെയും ശാസ്താവിൻ്റെയും ശബരിമലയിലുള്ള ചൈതന്യം കുടികൊള്ളുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മശാസ്താവിൻ്റെ പല രൂപങ്ങളുണ്ട്. ഇപ്പോൾ കല്ലമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് ഒരു പ്രത്യേക രൂപമാണ്. ശിവലിംഗം വലത് കൈയിൽ പിടിച്ചിരിക്കുന്ന ധർമ്മശാസ്താവിൻ്റെ രൂപം. കൊളുത്തുപുഴയുള്ളത് ബാലഭാവത്തിലുള്ള ധർമ്മശാസ്താവാണ്. ആര്യങ്കാവിലുള്ളത് പോരാളിയായി നിൽക്കുന്ന ആളാണ്. അവിടെ പൂർണ്ണസമേതനാണ്. പൂർണ്ണമായിട്ടും ഇല്ല എങ്കിൽ പോലും പൂർണ്ണസമേതനാണെന്ന് പറയാം. അതേസമയത്ത് അച്ചൻകോവിലാണെങ്കിൽ പൂർണ്ണ പുഷ്കല സമേതനായ ഗൃഹസ്ഥഭാവത്തിലാണ്. അങ്ങനെ പല ഭാഗങ്ങളിൽ സന്യാസി ഭാവത്തിലാണ് ശബരിമല. ആ സന്യാസി ഭാവത്തിലുള്ള ധർമ്മശാസ്താവിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി വിലയം പ്രാപിച്ചു എന്നുള്ളതാണ് ശബരിമലയ്ക്ക് മറ്റെല്ലാ ക്ഷേത്രങ്ങളെക്കാളും ഇത്രയും പ്രാധാന്യം കൈവരുന്നത്. അവിടെ ധർമ്മശാസ്താവിനോടൊപ്പം ആ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം കൂടി കുടികൊള്ളുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഇത്രയും പ്രാധാന്യം വരുന്നത്. മറ്റേത് ക്ഷേത്രങ്ങളിൽ നമുക്കിപ്പോൾ കല്ലമ്പള്ളി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ഏത് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലും നമുക്ക് എല്ലാ ദിവസവും പോയി ദർശനം നടത്താം. അതിന് പ്രത്യേക ചുറ്റാവട്ടങ്ങളില്ല. കുളിച്ച് ശരീരശുദ്ധി വരുത്തി, വസ്ത്രശുദ്ധി വരുത്തി, മനഃശുദ്ധി വരുത്തി നമുക്ക് ക്ഷേത്ര ദർശനം നടത്താം. പക്ഷേ ശബരിമലയെ സംബന്ധിച്ചോളം ശബരിമലയിൽ ദർശനം നടത്തണമെങ്കിൽ ഒരു മണ്ഡലകാലമെങ്കിലും വ്രതമനുഷ്ഠിച്ച് അയ്യപ്പനായി മാറി വേണം അവിടെ എത്താൻ. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ഭക്തരായിട്ടാണ് പോകുന്നത്. നമ്മൾ ശബരിമലയെ മാത്രമാണ് യഥാർത്ഥ അയ്യപ്പനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് അവിടെ തത്വമസി എന്ന പൊരുളിനുള്ള അർത്ഥം തന്നെ. അത് നീയാകുന്നു, ഞാൻ നീയാകുന്നു എന്നുള്ളതാണ്. അതാകണമെങ്കിൽ നമ്മൾ അയ്യപ്പനായി മാറണം. അതുകൊണ്ടാണ് അവിടെ ഇത്ര കഠിന വ്രതം അനുഷ്ഠിച്ച് പോകണമെന്നുള്ളത്. ഇപ്പോൾ പലരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷേ അതുകൊണ്ട് ശബരിമലയിൽ പോകുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാതെ പോകും. അപ്പോൾ ശബരിമല മറ്റു ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമാണ്. ധർമ്മശാസ്താവിൻ്റെ പ്രത്യേക ഭാവത്തിലുള്ള സന്യാസി രൂപത്തിലുള്ള, അവിടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പണ്ട് കാലത്ത് മകരമാസത്തിൽ 5 ദിവസം മാത്രമേ നട തുറന്നിരുന്നുള്ളൂ. അന്നാണ് ഭഗവാൻ ഉണരുന്നതും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ശബരിമലയിൽ ആ ശ്രീകോവിലിനുള്ളിൽ നടക്കുന്ന പൂജകളെല്ലാം ധർമ്മശാസ്താവിനുള്ള പൂജകളാണ്. അയ്യപ്പസ്വാമിക്കുള്ള പൂജകൾ വർഷത്തിൽ 5 ദിവസം മാത്രമേ ഉള്ളൂ. അത് മണിമണ്ഡപത്തിലാണ്. അവിടെയാണ് ആ അയ്യപ്പസ്വാമി, നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ, അവിടെയാണ് ജീവസമാധി കൊണ്ടത്. ആ ജീവസമാധി കൊണ്ട് ആ ചൈതന്യമാണ് ശബരിമലയിലെ ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ വിലയം പ്രാപിച്ചത്. അതുകൊണ്ടാണ് മണിമണ്ഡപത്തിലാണ് അയ്യപ്പസ്വാമിയുടെ എല്ലാ പൂജകളും. മകരം 1 ഭഗവാനെ ഉണർത്തി ഓരോ ദിവസവും ഓരോ ഭാവത്തിൽ, ബാലഭാവത്തിൽ
യൗവനഭാവത്തിൽ, അതുപോലെ പുലിവാഹനായിട്ട്, അതുപോലെ രാജാവായിട്ട്, രാജാവിൻ്റെ ഭാവത്തിൽ, അങ്ങനെ ഓരോ ഭാവത്തിലും അവസാന ദിവസം സാക്ഷാൽ ധർമ്മശാസ്താവായ ശബരിമല അയ്യപ്പൻ്റെ അതേ ഭാവത്തിലാണ് അവസാന ദിവസം, അഞ്ചാമത്തെ ദിവസം വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ പ്രത്യേകതകൾ. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട്. അയ്യപ്പസ്വാമിയെ സംബന്ധിച്ചിടത്തോളം ശനി ദോഷം അകറ്റാനും എല്ലാ മറ്റ് ശത്രുദോഷങ്ങളിൽ നിന്നും, എല്ലാ ആപത്തുകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും നമ്മെ എന്നും കാത്തു സൃഷ്ടിക്കുന്ന സത്യസ്വരൂപനാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ശബരിമലയെ ചൊല്ലിയാണ് പലപ്പോഴും ഇവിടെ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. യുവതീ പ്രവേശന വിഷയം വന്നു. അന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആബാലവൃദ്ധം ജനങ്ങളും ഭഗവാന്റെ ആ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി തെരുവിലേക്ക് ഇറങ്ങി. അതുപോലെയാണ് ഇത്തവണ ഇപ്പോൾ പല ദേവസ്വം ബോർഡുകളും മാറി വന്നു, പല ഹൈക്കോടതിയിലെ പല നിരീക്ഷകരോട് വന്നുപോയി, പല ഉദ്യോഗസ്ഥരും വന്നുപോയി. അവരാരും കണ്ടുപിടിക്കാത്ത 2019 കളവ് പോയ സ്വർണം അവസാനം ഭഗവാൻ തന്നെ ഇറങ്ങേണ്ടി വന്നു അത് പുറത്തു കൊണ്ടുവരാൻ. അതുപോലെ തന്നെയാണ് സുപ്രീം കോടതിയിലെയും കഴിഞ്ഞ 6-8 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസാണ്. ആ കേസിൽ ഇപ്പോൾ ഈ സമയത്താണ് വന്നിരിക്കുന്നത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും നയം അറിയിക്കാൻ. അതുമെല്ലാം ഭഗവാനായിട്ട് മുന്നിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സത്യപാലകനാണ് ധർമ്മശാസ്താവ് എന്ന ധർമ്മത്തെ ശാസിച്ച് നിർത്തുന്നതാണ്. ശബരിമല ധർമ്മശാസ്താവിൻ്റെ ആയുധം എന്ന് പറയുന്നത് വാളോ അമ്പോ വില്ലോ ഒന്നും അല്ല, നല്ല ചൂരലാണ്, നല്ല വെള്ളി കെട്ടിയ ചൂരലാണ്. അടിച്ചു പഠിപ്പിക്കും. ഗുരുവാണ്, ഗുരു അടിച്ചു തന്നെ പഠിപ്പിക്കും. അപ്പോൾ അങ്ങനെ അടിച്ചു പഠിപ്പിക്കുന്ന ആളാണ് ധർമ്മശാസ്താവ്. ആ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി നല്ല തല്ല് കൊടുത്ത് തന്നെ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി ആ ചിന്തയോടുകൂടി നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. എന്തായാലും ഇവിടെ ഇന്ന് വലിയൊരു പ്രഭാഷണം നടക്കാൻ പോകണേ, ഞാൻ അധികം സംസാരിക്കുന്നില്ല. ഇങ്ങനൊരു അവസരം തന്ന ശ്രീ ഗണപതി പോറ്റിക്കും കല്ലമ്പള്ളി ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും മനസ്സാൽ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ പുഷ്പങ്ങളായി അർപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ഹരിഹരസൂദൻ ആനന്ദചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം മുഴുവൻ കൊണ്ടുവന്നിട്ടുള്ളത് ശബരിമല അയ്യപ്പനാണ്. കേൾക്കുമ്പോൾ ഒരു പക്ഷേ തമാശയായിട്ട് തോന്നും, അങ്ങനെയല്ല. കേരളത്തിൽ 57 EMS സർക്കാർ അധികാരത്തിൽ വന്നതിനെക്കുറിച്ച് ഡൽഹിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സ്ഥാപനം ഒരു പഠനം നടത്തിയിരുന്നു. മലയാളിയായ ഡോക്ടർ ജേക്കബ് മാത്യു, അദ്ദേഹത്തിൻ്റെ ദ കമ്മ്യൂണൽ റോഡ് ടു സെക്യുലർ കേരള എന്ന് പറയുന്ന പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ട്, ഒരുപക്ഷെ ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് കേരളത്തിലാണ്. ആ അധികാരത്തിൽ വന്നതിൻ്റെ വഴി ശബരിമല അയ്യപ്പനെ ഉപയോഗിച്ചിട്ടാണെന്നാണ് ഡോക്ടർ ജോർജ് മാത്യു അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ കണ്ടെത്തിയത്. അദ്ദേഹത്തിൻ്റെ PhD തീസിസ് കൂടിയായിരുന്നു. 1950-കളിലാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രം തീവെച്ച് നശിപ്പിക്കപ്പെട്ടത്. എനിക്കറിയില്ല നിങ്ങൾക്ക് എത്ര പേര് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടാവുമെന്ന്. അന്നത്തെ പോലീസ് DIG ആയിരുന്ന കേശവ മേനോൻ, അദ്ദേഹമായിരുന്നു ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് കേരള നിയമസഭയിലും സെക്രട്ടേറിയറ്റിലും ഇപ്പോൾ ലഭ്യമാണ്. ഞാൻ വർഗീയതയെക്കുറിച്ച് പഠിക്കാനൊരു പഠനം നടക്കുന്ന സമയത്ത് അതിൻ്റെ ഭാഗമായിട്ട് ഈ അന്വേഷണ റിപ്പോർട്ട് എടുത്തിരുന്നു. അപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഈ ശബരിമല അയ്യപ്പൻ്റെ ക്ഷേത്രം കേരളത്തിൽ മാത്രമല്ല ദക്ഷിണ ഭാരതത്തിൽ മുഴുവൻ ചില ശക്തികളെ അതിഭയങ്കരമായിട്ട് അവരുടെ മനസമാധാനം നഷ്ടപ്പെടുന്ന രീതിയിൽ ശബരിമല അയ്യപ്പൻ്റെ സ്വാധീനവും ഭക്തിയും ഒക്കെ വളരുന്നു എന്നാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത്. ആ അയ്യപ്പ ക്ഷേത്രം തകർക്കാൻ വേണ്ടി ക്രൈസ്തവ സംഘടനകൾ നടത്തിയ ഗൂഢാലോചനയാണ് ശബരിമല തീവെപ്പ് എന്നാണ് DIG കേശവ മേനോൻ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അദ്ദേഹം 5 കുടുംബങ്ങളുടെ പേര് വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞു. ഈ 5 കുടുംബക്കാർ നടത്തിയ ഗൂഢാലോചനയാണ് ശബരിമല ക്ഷേത്രം അടച്ച്
മേൽശാന്തി നടയിറങ്ങിയതിന് ശേഷം അവിടെ പോവുകയും ക്ഷേത്രം പൊളിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, അയ്യപ്പൻ്റെ വിഗ്രഹം പല കഷണങ്ങളായിട്ട് കൈക്കോടാരി കൊണ്ട് വെട്ടിമുറിച്ചു. പക്ഷേ അന്വേഷണം പിന്നീട് നടന്നില്ല എന്ന് മാത്രമല്ല, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ പറഞ്ഞു, ഒരു ക്ഷേത്രം കത്തിനശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയുമെന്ന്. പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ മുഖ്യമന്ത്രിയുടെ മകൻ വന്ന വിമാനം സഖ്യപർവ്വത നിരകളിൽ കാണാതെ പോയിട്ട്, തകർന്നു വീണ് കാണാതെ പോയി, അറിയില്ല. ഇന്നും വിഗ്രഹം പോയിട്ട് മൃതശരീരം പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന അയ്യപ്പ ഭക്തനാണ്. അയ്യപ്പൻ്റെ അടുത്ത് കളിച്ച ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല, ഒരാളും. പത്മനാഭൻ്റെയും ഭഗവാൻ അയ്യപ്പൻ്റെയും പാതാരവിന്ദങ്ങളിൽ ഞാൻ എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 2006 ഇവിടെ വീണ്ടും ഗ്രാമാഭിഷേക ഉത്സവം ആരംഭിച്ചത്. നമ്മെ വിട്ടുപിരിഞ്ഞ എൻ്റെ വളർത്തച്ഛനായ ലക്ഷ്മണസ്വാമിയാണ് ഇവിടെ കോമരമായി ഇറങ്ങുകയും ആ സമയം മുതൽ ശാസ്താപ്പാട്ടിൽ പങ്കെടുക്കുകയും ഇന്ന് രാവിലെയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഇത്രയും പ്രിയപ്പെട്ട ഗണപതി പോറ്റി അധ്യക്ഷൻ, അതുപോലെ മണ്ണടി ഹരിച്ചേട്ടൻ, സുരേഷ് ബാബു ചേട്ടൻ, വെങ്കട്ടരാമൻ ചേട്ടൻ, ഷാജു വേണുഗോപാൽ, അതുപോലെ ഇവിടെ എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, തിരഞ്ഞെടുപ്പ് വേളയായതിനാൽ എനിക്ക് 1-2 മീറ്റിങ്ങിൽ പങ്കെടുക്കാനുണ്ട്. എന്നെ ഇവിടെ വിളിച്ചതിൽ അതിയായ സന്തോഷം രേഖപ്പെടുന്നു. പ്രസാദ് നമ്മുടെ ഒരു സുഹൃത്താണ്. എല്ലാവർക്കും നമസ്കാരവും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമായി കോട്ടയ്ക്കകത്ത് 21ഓളം ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. ഇന്ന് ലോകപ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രം ഒരു മഹാക്ഷേത്രം, 108 ദിവ്യദേശങ്ങളിലൊന്നാണ്. അതുപോലെ കേരളത്തിലെ മഹാക്ഷേത്രങ്ങൾ ഗുരുവായൂരും ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രവുമൊക്കെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാലാകാലമായി വരികയും തീർത്ഥാടനം നടത്തുകയും ചെയ്യുന്ന സ്ഥലങ്ങൾ. പക്ഷെ അതിലൊക്കെ ഉപരിയായി ഈ മഹാക്ഷേത്രങ്ങൾക്കെല്ലാം ചുറ്റും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, പ്രതിഷ്ഠകൾ. മുമ്പൊക്കെ കുടുംബങ്ങളിൽ ചെറിയ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു, തെക്കതുകൾ ഉണ്ടായിരുന്നു. ഈ മഹാക്ഷേത്രത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമ്പോൾ തന്നെ ചെറിയ സംഖ്യയിൽ ആൾക്കാർ വന്ന് ദിവസേന തൊഴുന്ന ഈ ചെറുക്ഷേത്രങ്ങൾ നമ്മുടെ സമൂഹഘടനയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിച്ചിരുന്നത്. വലിയ ക്ഷേത്രങ്ങളിൽ തീർത്ഥാടനത്തിന് എല്ലാവർക്കും പോകാൻ കഴിഞ്ഞൊന്നും വരില്ല. അതിൻ്റെ സംഖ്യ വലിയ ബാഹുല്യമുള്ളതാണെങ്കിൽ തന്നെയും എല്ലാവർക്കും ആ മാതിരി ക്ഷേത്രങ്ങളിൽ പോയി നിരന്തരമായി ദർശനം നടത്തുവാനും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ പണ്ട് മുതൽ തന്നെ അവരവരുടെ ക്ഷേത്രങ്ങൾ, അത് കുടുംബത്തിലാണെങ്കിലും സമുദായത്തിലാണെങ്കിലും നമ്മുടെ പ്രദേശത്താണെങ്കിലും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച് ആഗമശാസ്ത്രപ്രകാരം പ്രാണപ്രതിഷ്ഠ നടത്തി ദിവസേന ഷോഡശ പൂജകളൊക്കെ നടത്തി ആ ചൈതന്യം ആവാഹിച്ചുകൊണ്ട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ, ഈ 21 ക്ഷേത്രങ്ങൾ ഞാൻ ഈ കോട്ടയ്ക്കകത്ത് പറയുമ്പോൾ തന്നെ അതിൽ ശിവക്ഷേത്രങ്ങളുണ്ട്, മഹാഗണപതിയുടെ ക്ഷേത്രങ്ങളുണ്ട്, ശ്രീ സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയുണ്ട്, ദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ദേവീദേവതാമാരുടെ പ്രതിഷ്ഠകൾ. അതിൽ നിത്യേന വളരെ ശാസ്ത്രീയമായി ചിട്ടയായി പൂജ നടത്തി ആവാഹിച്ചിരിക്കുന്ന ചൈതന്യം, അതിൽ ദിവസേന ദർശനം നടത്തി പ്രാർത്ഥന നടത്തി അതിൽ നിന്ന് മാനസികവും ആധ്യാത്മികവുമായ ശക്തി നേടിക്കൊണ്ട്
അവരവരുടെ ദിനചര്യകളിൽ ഏർപ്പെടുന്ന ജനസമൂഹം. ഈ പങ്കുനിത്ര മഹോത്സവം സംഘടിപ്പിച്ച ശ്രീ ഗണപതി പോറ്റിയും പ്രസാദ് പോറ്റിയും ഒക്കെ അവർക്കെല്ലാം എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. ലോകം മുഴുവൻ ഹിന്ദുത്വം വളരുകയാണ്. ലോകത്തെ സന്യാസിമാരിൽ നിന്നും വിദേശികളടക്കം ഈ ആധ്യാത്മികത പഠിച്ചുകൊണ്ട് അവർ ഇരിക്കുന്നിടത്ത് നിന്ന് അവർ പത്മാസനത്തിൽ നിന്ന് ഉയരുന്നു. ആ ഇരിക്കുന്ന സ്ഥലത്ത് ഉയരുന്ന വിദ്യ പോലും പഠിപ്പിക്കുന്ന ലോക ഗുരുക്കന്മാർ ആധ്യാത്മികത പകർന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഹിന്ദുത്വം ലോകം മുഴുവൻ, വിശ്വം മുഴുവൻ അത് വലിയ ശക്തിയായി അതിൻ്റെ പ്രഭാവം ഉണ്ടാവുന്നുവെന്ന് കുട്ടിക്കാലത്തൊക്കെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ പ്രഭാഷണം കേൾക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മെപ്പോലുള്ളവർക്ക് ഒരു ബോധ്യമുണ്ടാക്കുകയും ഒരു ആത്മാഭിമാനം ഉണ്ടാക്കുകയും ചെയ്തെന്ന ശ്രീ മണ്ണടി ഹരിയേട്ടൻ. ഭരണാധികാരികൾക്ക് പ്രത്യേകമായ പ്രാധാന്യം ഉണ്ടെന്നെല്ലാം നമുക്കെല്ലാവർക്കും അറിയാം. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ക്ഷേത്രങ്ങളൊക്കെ ഇന്നും അന്യാധീനപ്പെട്ട രീതിയിലാണ് കിടക്കുന്നത്. മഹാക്ഷേത്രം, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ തിരുത്തണി എന്ന് പറയുന്ന 6 പട ക്ഷേത്രത്തിൽ 3 ദിവസം ഉണ്ടായിരുന്നു. അവിടെ ക്ഷേത്രത്തിന് മുകളിൽ ചില വികസനമുണ്ട്, പക്ഷേ പാടെ വികസനമൊക്കെ ഒരു മുരടിച്ച അവസ്ഥയാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ്. അവിടെ നിന്ന് വേറൊരു ക്ഷേത്രത്തിലേക്ക് വന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വലിപ്പമുണ്ട്. അത് ഈ തിരുത്തണിയുടെ മൂലക്ഷേത്രമാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ആരുമില്ല. ആ രീതിയിൽ തകർന്നടിയുന്ന ഒരു അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. കാരണം ഈ ഭരണാധികാരികൾ അടക്കമുള്ളവരുടെ പ്രശ്നം കൊണ്ടാണ് അവർ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടക്കുകയാണ്. എന്തായാലും ഇതിന് വിളിച്ച ഈ ക്ഷേത്ര ഭരണസമിതിയോടും ഇവിടുത്തെ ആചാര്യനായ ഗണപതി പോറ്റി അവர்களോടും എൻ്റെയും അതോടൊപ്പം തന്നെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും അഗൈതമായ നന്ദി അറിയിക്കുകയാണ്. ഓം ഗം ഗരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മീ നമഃ. ഓം ദം ദുർഗായൈ നമഃ. ഓം ഭം ഭദ്രകാളീ നമഃ. ഓം ശ്രീ ബ്രഹ്മദേവായ നമഃ. ഓം ശ്രീ മഹാദേവായ നമഃ. ഓം ശ്രീ ധർമ്മശാസ്ത്രേ നമഃ. ശാന്തി ശാന്തി. സ്ഥൂല ശരീരികളായും സൂക്ഷ്മ ശരീരികളായും ആരൊക്കെ എൻ്റെ വാക്കുകൾ കേൾക്കുന്നു അവരുടെ എല്ലാം പാദങ്ങളിൽ നിർവ്യാജമായ ബഹുമാനത്തോടെ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അല്പസമയം എന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കാം എന്ന് സങ്കല്പിക്കുക. ശ്രീ ധർമ്മശാസ്താവിൻ്റെ കയ്യിൽ സാക്ഷാൽ ശിവലിംഗം ഇരിക്കുന്ന ഒരു മഹാസങ്കല്പം ലോകത്ത് വേറെയും എവിടെയും കാണത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം അച്ഛനും മകനും ഒരു ശ്രീകോവിലിനകത്ത് ഇങ്ങനെ സാന്നിധ്യം ചെയ്യുന്നു. അതോടൊപ്പം ഗണപതി ഭഗവാനും സർവേശ്വരിയായ അമ്മയും നവഗ്രഹങ്ങളും ശനീശ്വരന് പ്രത്യേക സങ്കല്പവുമുള്ള ഒരു ക്ഷേത്രം. സത്യത്തിൽ ഇതിൻ്റെ ഒരു ഫുൾ ഡയമെൻഷൻ വരികയാണെങ്കിൽ ഇത്ര വലിയ മഹാക്ഷേത്രമായിട്ട് എത്ര ഏക്കറിനകത്ത് വരേണ്ട ക്ഷേത്രം. പക്ഷേ എല്ലാം കൂടെ കാച്ചിക്കുറുക്കി ഒരു ചെറിയ കോമ്പൗണ്ടിനകത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു മഹാസങ്കല്പം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബഹുമാന്യനായ ഗണപതി ചേട്ടൻ ഞങ്ങളൊരു 10-40 വർഷത്തെ പരിചയമുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് പ്രസാദ് എന്നെ വിളിച്ചു. അപ്പം ക്ഷേത്രത്തിൻ്റെ വിശദീകരണമൊക്കെ തന്നു. ഇന്നലെ ഉണ്ടായ ഒരു അത്ഭുത സംഭവം എന്ന് വെച്ചിരുന്നാൽ എനിക്ക് കിടന്നുറങ്ങാൻ വയ്യാത്തൊരവസ്ഥ. അത് വേറൊന്നുമല്ല, ഈ സങ്കല്പത്തെ ഇങ്ങനെ ഇത്രയും മഹത്വമുള്ളൊരു സങ്കല്പത്തെ ഒരു ശ്ലോകത്തിലാക്കാതെ എനിക്ക് ഉറങ്ങാൻ വയ്യ. അവസാനം രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ലൈറ്റ് വിട്ട് കുത്തിയിരുന്ന് ഒരു ശ്ലോകം എഴുതി. അത് ഞാൻ ഇവിടെ വന്നു, അവിടെ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചുകൊണ്ട് കർമ്മത്തിലേക്ക് കിടക്കാം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. ഓം ശ്രീ മാർക്കണ്ഡേയ ധർമ്മശാസ്ത്രേ നമഃ. തൃക്കൈയിൽ ശിവലിംഗമേന്തി ഗജവീരന്മേൽ ധനുർധാരിയായി ദിവ്യശ്രീ ശിവലിംഗ പൂജയുടെ വിഘ്നേശ ശ്രീ ശനിയുക്തനായി. തൃക്കൈയിൽ ശിവലിംഗമേന്തി ഗജവീരന്മേൽ ധനുർധാരിയായി ദിവ്യശ്രീ ശിവലിംഗ പൂജയുടെ വിഘ്നേശ ശ്രീ ശനിയുക്തനായി. ചൊൽക്കൊള്ളുന്ന നവഗ്രഹാദി സകല പ്രാണാങ്കരാൽ പൂജിത മാർക്കണ്ഡേയ മുനി പ്രതിഷ്ഠിത മഹാശാസ്ത്രേ പ്രസീദ പ്രഭോ.
ചൊൽക്കൊള്ളുന്ന നവഗ്രഹാദി സകല പ്രാണാങ്കരാൽ പൂജിത മാർക്കണ്ഡേയ മുനി പ്രതിഷ്ഠിത മഹാശാസ്ത്രേ പ്രസീത പ്രഭോ. ഇത് ഈ ശ്ലോകം അവിടെ ഞാൻ ഭഗവത് പാദങ്ങളിലെ സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ എന്തെങ്കിലും കൊള്ളാവുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഇല്ലെങ്കിൽ ഇത് കളഞ്ഞേക്കുക എന്നുള്ള മട്ടിൽ ബഹുമാനപൂർവ്വം ഞാനിത് സമർപ്പിക്കുക. ഇത് കേവലം ഒരു ദേവതയെ മനസ്സിലാക്കുന്ന ഒരു പഠനമല്ല, നേരെ മറിച്ച് ഇത് ഒരു മഹാശാസ്ത്രം. അതിൻ്റെ സമ്പൂർണമായ ഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായ ഒരു ഗ്രന്ഥമുണ്ട്. ഭൂതനാഥ ഉപാഖ്യാനം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. 14,000 സംസ്കൃത ശ്ലോകങ്ങളിൽ എഴുതപ്പെട്ട അതിദിവ്യമായ ഒരു മഹാഗ്രന്ഥമാണ് ഈ ഭൂതനാഥ ഉപാഖ്യാനം. ഈ ഭൂതനാഥ ഉപാഖ്യാനം വായിച്ചിട്ടുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് കൈ ഉയർത്തി. ഞാൻ നാണം കേട്ടുപോയല്ലേ ആ ചോദിച്ച്. എന്താ മാർക്ക് ക്വിസ് മാസ്റ്റർക്ക് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഈ ഭൂതനാഥ ഉപാഖ്യാനം എന്ന് പറയുന്ന 14,000 സംസ്കൃത ശ്ലോകങ്ങളിൽ എഴുതപ്പെട്ട മഹാഗ്രന്ഥമുണ്ട്. അതാണ് അയ്യപ്പത്വത്തിൻ്റെ ബേസിക് ബുക്ക്. ഇതുപോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ഈ ടെലിവിഷനിൽ വന്നിരുന്ന് ഈ ലഭ്യം പറയുന്നതും മണ്ടത്തരങ്ങൾ പറയുന്നതും എന്ന് ഓർക്കുമ്പോഴേ സങ്കടം തോന്നും. എന്നിട്ട് പിന്നെ ഇത് ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി ഞാനിത് പഠനം തുടങ്ങിയത് 1983. അന്ന് ഞാൻ ബ്രഹ്മചാരിയായിട്ട് ചെങ്കോട്ടോണം ആശ്രമത്തിൽ താമസിക്കുകയാണ്, സ്വാമിജിയുടെ കൂടെ താമസിക്കുക. ഈ സമയത്താണ് നിലയ്ക്കൽ സമരം വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഇറ്റ്, വൈ ഈസ് ഇറ്റ്, ആ ഒരു അന്വേഷണമാണ് ഈ ഗ്രന്ഥത്തിലേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംഗതികളിലേക്കും പിന്നെ എനിക്ക് പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ഞാൻ 34 വർഷം സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്തിരുന്നു. സ്പെഷ്യൽ സെക്രട്ടേറിയറ്റ് ഗവൺമെൻറ് ഓഫ് കേരള, ആ പദവിയിൽ റിട്ടയർ ആയ ഒരു ഉദ്യോഗസ്ഥനാണ്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ട് പെൻഷനായ ആളാണ്. ഈ സമയത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് അയ്യപ്പ തത്വവുമായി ബന്ധപ്പെട്ട പല കണ്ടക്ഷനിലെ അന്വേഷണങ്ങൾക്കും എനിക്ക് പലയിടത്തും എൻ്റെ ഔദ്യോഗിക സഞ്ചാരത്തിൻ്റെ ഇടയ്ക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ കൂടെ തന്നെ 28 വർഷം വർക്ക് ചെയ്തിരുന്ന പന്തളം കൊട്ടാരത്തിലെ ശശിവർമ്മ, അദ്ദേഹം പന്തളം കൊട്ടാരത്തിൻ്റെ നിർവാഹക സമിതി പ്രസിഡൻ്റായിരുന്നു. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഞങ്ങൾ ഒരുമിച്ചാണ് സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്തിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് കടുകട്ടി നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ ഇടത്തുവശത്ത് കാണുന്ന ഒരു ലോഡ്ജിൽ കുറേ നാൾ അവിടെ താമസിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം വിവാഹിതനല്ല. ആ സമയത്തൊക്കെ അദ്ദേഹം കടുകട്ടി നിരീശ്വരവാദിയാണ്. പന്തളം കോവിലിലെ ആളാണ്, പക്ഷേ കൊട്ടാരത്തിലെ ആളാണ്, പക്ഷെ കടുകട്ടി നിരീശ്വരവാദിയായിരുന്നു. അവസാനം അദ്ദേഹത്തിന് ഒരു മാറാരോഗം വന്നു. അത് ഒരു വിഭൂതി കൊണ്ട് വെറും ഭസ്മം കൊടുത്ത്, ഒരൊറ്റ നേരം ഭസ്മം കൊടുത്ത് ഒരു യോഗസിദ്ധനായ, അവിടെ നിങ്ങൾക്കറിയാം പന്തളം കൊട്ടാരത്തിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ദർശനത്തിനെത്തുന്ന ഭക്തന്മാരുണ്ട്. അവരിൽ ഒരാൾ ഒരു ഒറ്റ തവണത്തെ വിഭൂതി കൊടുത്ത് അദ്ദേഹത്തെ അതിൽ നിന്ന് രക്ഷിച്ചു. ദോശ തിരിച്ചിടുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്ക് മാറി, പിന്നെ വലിയ ഭക്തനായി. ഇത് ഞാൻ അനുഭവം പറയുകയാണ്. അപ്പം അത് കഴിഞ്ഞ ശേഷം ഈ ഭൂതനാഥ ഉപാഖ്യാനം എന്ന് പറയുന്ന ഈ പുസ്തകം എല്ലാവർക്കും വായിച്ചു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് 1958 വിദ്വാൻ കുറുമുള്ളൂർ നാരായണപിള്ള എന്ന് പറയുന്ന മഹാത്മാവ് ഈ ഗ്രന്ഥം സംഗ്രഹിച്ചു. എന്നിട്ട് കൊല്ലം ശ്രീരാമവിലാസം പ്രസാൻ ബുക്ക് ഡിപ്പോ പ്രസിദ്ധീകരിച്ചു. ഭൂതനാഥ സർവസ്വം എന്നായിരുന്നു അതിൻ്റെ സംഗ്രഹത്തിൻ്റെ പേര്. അതിലെ 1-ാം ഭാഗത്തെ 13 അധ്യായങ്ങളിലായിട്ട് വരുന്ന 55 ലേഖനങ്ങളും 2-ാം ഭാഗത്തെ 5 അധ്യായങ്ങളായിട്ട് വരുന്ന 77 ലേഖനങ്ങളും 3-ാം ഭാഗത്തെ 7 അധ്യായങ്ങളിലായിട്ട് വരുന്ന 56 ലേഖനങ്ങളും മൊത്തം 188 ലേഖനങ്ങളിലായിട്ടാണ് ഈ ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന പുസ്തകം നമുക്ക് ലഭിക്കുന്നത്. ആ ഭൂതനാഥ സർവസ്വം തപ്പി ഒരുപാട് നടന്നു, കിട്ടിയില്ല. അവസാനം ഇത് കിട്ടി. ഈ കിട്ടിയത് വളരെ വിചിത്രമാണ്. സെക്രട്ടേറിയറ്റിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സെക്രട്ടേറിയറ്റിലെ സെൻട്രൽ ലൈബ്രറിയിൽ കെട്ടി മാറ്റിയിട്ടിരിക്കുകയായിരുന്നു ഈ പുസ്തകം. സർക്കുലേഷന് റാക്കിൽ വെക്കത്തില്ല, കാരണം ആരെങ്കിലും എടുത്തു വെച്ച് വായിച്ചു പോയാലോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിക്കുന്ന ശക്തികളെ നമ്മൾ തിരിച്ചറിയണം. അവസാനം ഇങ്ങനെ ഒരു പുസ്തകം അവിടെ ഉണ്ടെന്ന് ലൈബ്രറിയിൽ വർക്ക് ചെയ്തിരുന്നൊരു പയ്യൻ എന്നോട് ഒരു ഹിന്റ് തന്നതുകൊണ്ട് മാത്രം ഈ പുസ്തകം എനിക്ക് തപ്പിയെടുക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അവസാനം പുറത്ത് കൊണ്ടുപോകാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് വഴക്കുണ്ടായി. പിന്നെ ഞാൻ അഡീഷണൽ സെക്രട്ടറി ആയിട്ട് ഇരുന്നത് കൊണ്ടും എൻ്റെ ID കാർഡ് അവിടെ കൊടുത്തിട്ട് വഴക്കുണ്ടാക്കി. സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് ഞാനത് വെളിയിൽ കൊടുത്തിട്ട് ഫുൾ ടെക്സ്റ്റ് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ബൈൻഡ് ചെയ്യിപ്പിച്ചു. അപ്പം ഈ ഭൂതനാഥ
ഉപാഖ്യാനം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ സംഗ്രഹമാണ് ഈ ഭൂതനാഥ സർവസ്വം. ഈ ഭൂതനാഥ സർവസ്വത്തില് ഭൂതനാഥ ഉപാഖ്യാനത്തിലെ പ്രധാനപ്പെട്ട കണ്ടക്സ്റ്റിൽ വരുന്ന എല്ലാ സംസ്കൃത ശ്ലോകങ്ങളും ഈ കുറമുള്ളൂർ നാരായണപിള്ള എന്ന് പറയുന്ന മഹാത്മാവ് അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവിടെ ആരംഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ 188 ലേഖനങ്ങളിലായിട്ട് വരുന്ന ഈ ബേസിക് സത്യം, ഇതാണ് അയ്യപ്പ തത്വത്തിന്റെ ബേസ്. ഇപ്പൊ ക്രിസ്തു മതത്തിന്റെ ബേസ് എന്താ? ഒരു സംശയമില്ല, ബൈബിള്. അതുപോലെ ഇസ്ലാം മതത്തിന്റെ ബേസ് എന്താ? ഖുർആൻ. അതുപോലെ അയ്യപ്പ തത്വത്തിന്റെ സയന്റിഫിക് ആയിട്ടുള്ള അന്വേഷണം നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, എന്താണിത്, എങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, ഈ ഗ്രന്ഥം അല്ലാതെ വേറെ രണ്ടാമതൊരു ഗ്രന്ഥം ഇല്ല എന്നുള്ളത് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കണം. പുസ്തകങ്ങൾ തമ്മിൽ കൺഫ്യൂഷൻ വരരുത്. 14,000 സംസ്കൃത ശ്ലോകങ്ങളുള്ള മൂലഗ്രന്ഥം ഇത് 1958 വിദ്വാൻ കുറമുള്ളൂർ നാരായണപിള്ള സംഗ്രഹിച്ചു. അത് 188 ലേഖനങ്ങളിലായിട്ട് വന്നിട്ടുള്ളത് ശ്രീരാമവിലാസം പ്രസ് ആൻഡ് ബുക്ക് ഡിപ്പോ കൊല്ലത്ത് നിന്ന് പബ്ലിഷ് ചെയ്ത് 1958 പബ്ലിഷ് ചെയ്ത പുസ്തകം. ആ പുസ്തകം വായിച്ചു നോക്കിയിരുന്നാൽ സാമാന്യേന മലയാളം മാത്രം അറിയുന്ന ആളുകൾക്ക് പോലും അയ്യപ്പ തത്വത്തിന്റെ ശാസ്ത്രീയ ഭാവം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഇതിന്റെ ബിഗിനിങ് മുതൽ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രഹ്മജ്ഞാനികളായ മഹർഷി സത്തമന്മാര് നൈമിഷാരണ്യത്തിലിരുന്നപ്പോൾ അവിടെ സമാഗതനായ സൂതമഹാശയനോട് കലികാലങ്ങളിൽ നിന്ന് ശാശ്വത രക്ഷ നേടാനായി താരകബ്രഹ്മത്തിന്റെ ആവിർഭാവം, മാഹാത്മ്യം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത് കേട്ട ആ സൂതമഹാശയൻ കൃത്യമായി ഈ ദത്താവതാരം മുതൽക്കുള്ള പുരാണ പ്രശസ്തങ്ങളായ കഥകളുടെ സീക്വൻഷ്യൽ ഓർഡറിൽ പറയുന്നതാണ് അയ്യപ്പ തത്വത്തിന്റെ ബേസ്. ഇതിന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ വളരെ സിമ്പിളാണ്. താരകം ഘോര സംസാര സാഗരസ്യതു താരകം കൈവല്യാസ്തു യുഷ്മാകം വസ്തു ലോകൈകശങ്കരം. താരകം ഘോര സംസാര സാഗരസ്യതു താരകം കൈവല്യാസ്തു യുഷ്മാകം വസ്തു ലോകൈകശങ്കരം. ഭയാനകമായ സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറുവാൻ സഹായിക്കുന്നതും നിത്യസുഖദായകവുമായ ആ സത്വസ്തു അത് ഞങ്ങൾക്ക് കാരുണ്യപൂർവ്വം ഉപദേശിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് അതിനു മറുപടിയായിട്ടാണ് ത്രിമൂർത്തികളിൽ നിന്ന് ദത്താവതാരം ഉണ്ടായ കഥ അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. അത്രി അനസൂയ എന്ന് പറയുന്ന ദമ്പതികള്, അത്രി മഹർഷി, അനസൂയ അദ്ദേഹത്തിന്റെ ഭാര്യ, അവരുടെ തപസ്, അതിന്റെ പരിണിത ഫലമായിട്ട് ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എന്താണ് വരം വേണ്ടതെന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ പുത്രഭാവേന ജനിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരാദികൾ സംഗമിത രൂപത്തിൽ ദത്തൻ എന്ന ഭാവത്തിൽ ജനിക്കുന്നു. ദത്താവതാരം. ഈ ദത്താവതാരം എന്താണെന്ന് ആവറേജ് മലയാളിക്ക് അറിയത്തില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടം. നേരെ മറിച്ച് ഉത്തരേന്ത്യയിൽ നമ്മൾ പോയി കഴിഞ്ഞിരുന്നാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്ഷേത്ര കോമ്പൗണ്ടുകളിലും ദത്താ ക്ഷേത്രമുണ്ട്. ദത്താത്രേയ ക്ഷേത്രം പ്ലസ് ദത്താ ജയന്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവ്ഡ് ഹോളിഡേയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കലണ്ടറിൽ ദത്താ ജയന്തി ഹോളിഡേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആളുകൾ, നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ഞാനത് വിശദമായിട്ട് പറയാനിരിക്കുന്നില്ല. അങ്ങനെ ആ ദത്താവതാരം സംഭവിച്ചു. തുടർന്നുണ്ടായ സംഭവങ്ങളും ഭക്തി നിർഭരമായി തന്നെ അങ്ങോട്ട് പറയുകയാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരാദികളുടെ ആ ത്രിമൂർത്തികളുടെ സംഗമിത രൂപമായി ദത്താത്രേയൻ ജനിച്ചു. ഈ സമയത്ത് ഈ 3 പുരുഷ ദേവതാഭാവങ്ങളുടെയും യോഗമായ ദേവിമാരായ സരസ്വതി, ലക്ഷ്മി, പാർവതി, ഇവര് 3 പേരും ത്രിമൂർത്തികളുടെ യോഗമായ ശക്തികളായ ദേവിമാര് ഗാലവൻ എന്ന മഹർഷിയുടെ പുത്രിയായി ലീല എന്ന നാമധേയത്തിലും ജനിച്ചു. അങ്ങനെ ഈ ദത്തനും ലീലയും വിവാഹിതരായി. അവരിങ്ങനെ ദാമ്പത്യ വൃത്തിയോടുകൂടെ തപസ്സോടുകൂടെ കഴിഞ്ഞുകൂടുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ദത്തൻ തിരിച്ച് പഴയ ഭാവത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. പക്ഷേ ലീലയുടെ മനസ്സിൽ അല്പം രജസ് കടന്നുകൂടി, അല്ലെങ്കിൽ തപസ് കടന്നുകൂടി. സത്വഗുണത്തിന്റെ ഭാവത്തിൽ ജീവിക്കേണ്ട ആളുകൾ രജസിലേക്കും തമസിലേക്കും വഴുതി വീണുപോയാൽ അത് പിന്നെ എന്തൊക്കെ നാശങ്ങളിലേക്ക് പോകുമെന്നുള്ളതിൻ്റെ ഒരു പ്രമാണം കൂടെയാണ് അയ്യപ്പ തത്വത്തിൻ്റെ ഈ ബേസിക് സംഗതി. അത് നമ്മൾ നല്ലതായിട്ട് മനസ്സിലാക്കണം. കഴിയുന്നത്ര സാത്വിക തലത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുക. അവിടെ നിന്ന് സ്വല്പം രജസിലേക്കോ സ്വല്പം തമസിലേക്കോ വീണുപോയാൽ പിന്നെ നമുക്ക് കയറാൻ പ്രയാസമാകുന്നു എന്നുള്ളതിൻ്റെയും കൂടെ ഒരു എക്സാമ്പിളാണ് അവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുക. ഞാൻ അങ്ങയുടെ പട്ടമഹിഷിയാണ്, ഞാൻ അങ്ങയുടെ മഹിഷിയാണ്, ഞാൻ അങ്ങയുടെ മഹിഷിയാണ്. അതുകൊണ്ട് നമുക്ക് കുറേ നാൾ കൂടെ ഇവിടെ ഈ രീതിയിൽ കൂടെ ദത്തൻ, ലീല ഈ ഭാവത്തിൽ ജീവിക്കാം എന്ന് ലീല ആവർത്തിച്ചു പറയും. ഈ സമയത്ത് ദത്തന് ദേഷ്യം വരുന്നു. എന്നിട്ട് ദത്തൻ ശപിക്കുകയാണ്. നീ പറഞ്ഞല്ലോ മഹിഷിയാണ്, മഹിഷിയാണ്, മഹിഷിയാണ്. ശരി, എങ്കിൽ നീ മഹിഷിയായിട്ട് പിറക്കുക എന്ന് ശപിക്കുക.
അപ്പോൾ ആദ്യത്തെ മഹിഷി എന്ന് പറയുന്നത് പട്ടമഹിഷി, ഭാര്യ എന്ന് പറയുന്ന കണ്ടക്സ്റ്റ്. രണ്ടാമത്തേതോ വെറും എരുമ എന്ന കണ്ടക്സ്റ്റ്. ഒരേ വാക്ക് മഹിഷി. ചിന്തിച്ചു നോക്കുക, ഇങ്ങനെയാണ് ആ വാക്ക് അവിടെ വരുന്നത്. അങ്ങനെ ദേഷ്യം വന്ന ഘട്ടത്തിൽ നീ മഹിഷിയായി പിറക്കട്ടെ എന്ന് ദത്തൻ ശപിച്ചു. ഇത് ഭൂതനാഥ ഉപാഖ്യാനം മൂലഗ്രന്ഥം 1-ാം അധ്യായം 47-48 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു വെച്ചേക്കുന്നു. എങ്കിൽ അങ്ങനെ ജനിക്കേണ്ട ഗതികേട് എനിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏവമാകർണ്യ ശാപം സാലീല കോപശുജാകുല താപിത താപസശ്രേഷ്ഠമൂജേ യാവതിദക്ഷിതൗ മഹിഷ്യഹം ഭവിഷ്യാമി മഹിഷസ്ത്വം ഭവിഷ്യസി യാവത്വ ഭുക്തഭോഗ ശാപമോക്ഷശ്ച മേ ഭവേൽ. ഇത് മൂലഗ്രന്ഥത്തിൽ പറയുന്നതാ. എന്താ പറയുന്നത്? ഭൂതനാഥോപാഖ്യാനം മൂലഗ്രന്ഥം 1-ാം അധ്യായം 40. എനിക്ക് അങ്ങനെ മഹിഷിയായിട്ട് ജനിക്കേണ്ട ഗതികേട് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവായ മഹിഷമായിട്ട് അങ്ങും ജനിക്കുക. ഈ ശാപമാണ് അവിടെ വരുന്നത്. രണ്ടുപേരും വളരെ ശക്തിയുള്ള ആളുകളാണ് അല്ലേ? ദത്തനും ലീലയും. ശക്തിക്ക്, ദിവ്യശക്തിക്ക് വല്ല കുറവുണ്ടോ? രണ്ടുപേരുടെയും ആ ശാപം അതുപോലെ ഫലിച്ചു. അപ്പൊ രണ്ടുപേരും ഉഗ്ര തപസ്സുകളായിരുന്നതിനാൽ ശാപം അങ്ങനെ ഫലിച്ചു. അവസാനം ഈ മഹിഷാസുരന്റെ കുലത്തില് കരംഭന്റെ പുത്രിയായിട്ട് മഹിഷി മുഖിയായിട്ട് ജനിച്ചു. ഇത് ഭൂതനാഥ ഉപാഖ്യാനം മൂലഗ്രന്ഥം 1-ാം അധ്യായം 57-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ലീലാസാ നീലപത്രാക്ഷി കരംഭസ്യ സുരദ്വിഷ തനയാഹ്യഭവൽ ഭൂമൗ മഹിഷി മുഖസംയുത. എന്നിട്ടോ ഞാൻ വളരെ പ്രശസ്തമായ കഥയാണ്, അതുകൊണ്ട് ഞാൻ ആ കണ്ടക്സ്റ്റെല്ലാം അവിടെ വിശദീകരിക്കാൻ ഇരിക്കുന്നില്ല. ചണ്ഡികാദേവി മഹിഷാസുരനെ വധിച്ചതിൽ കലിപൂണ്ട മഹിഷി പ്രതികാരദാഹത്തോടെ കഠിന തപസ് അനുഷ്ഠിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ഇവിടെ നമ്മൾ കേവലം ഈ ഗ്രന്ഥം മാത്രം വായിച്ച് ഓടിപ്പോയാൽ പോരാ. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ 3 വളരെ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളാണല്ലോ. ആറ്റുകാല്, ഉദയന്നൂർ, കരിക്കകം. ഈ 3 9 യജ്ഞങ്ങൾക്ക് ആചാരനായിട്ടിരിക്കാൻ എനിക്ക് മാത്രമേ ഇതുവരെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളൂ. 9 യജ്ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ദേവി ഭാഗവതം, ആറ്റുകാലെ ദേവി ഭാഗവത നവാഹയജ്ഞം ഒരു ചരിത്ര സംഭവമായിരുന്നു. എൻ്റെ ലൈഫിലേക്ക് പിന്നീട് എന്നെ പല രാജ്യങ്ങളിലേക്കും പിടിച്ചുകൊണ്ട് പോയൊരു വലിയ സംഭവമായിരുന്നു. അത് പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ അവിടെ കൃത്യമായിട്ടും ഇത് ആ ശ്രീമദ് ദേവി ഭാഗവതം 5-ാം സ്കന്ധം 2 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളിലെ 1169 ശ്ലോകങ്ങളിലായിട്ടാണ് അവിടെ ആ മഹിഷോപാഖ്യാനം, മഹിഷ അസുരം വധം വരെയുള്ള കഥകൾ വിവരിച്ചിരിക്കുന്നത്. അത് ദേവി ഭാഗവതം 5-ാം സ്കന്ധത്തിലെ 2-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകത്തില് വ്യാസ മഹർഷി ജനമേജയനോട് പറഞ്ഞു, മഹിഷോ നാമരാജേന്ദ്ര ചകാര തവ ഉത്തമം ഗത്വാ ഹേമഗിരൗജോഗ്രം ദേവവിസ്മയകാരകം. അവിടെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു, അമരത്വം വരം ചോദിച്ചു. അത് നൽകാനാവില്ലെന്ന് പറഞ്ഞു. ഉടനെ മഹിഷൻ ബ്രഹ്മാവിനോട് പറഞ്ഞു, തസ്മാന്മേ മരണം നൂനം കാമിന്യ ഗുരുപത്മജ അബലാഹന്ത മാം ഹന്തും കഥം ശക്തിയാ ഭവിഷ്യതി. ഇത് ദേവി ഭാഗവതം 5:2-13. എന്നിട്ട് ഇന്ദ്രൻ കരംഭനെ മുതലായിട്ട് ചെന്ന് കടിച്ചു കൊല്ലുന്നത്, രംഭൻ കഴുത്ത് മുറിച്ച് ആത്മഹത്യാശ്രമം നടത്താൻ പോകുന്നത്, അത് കഴിഞ്ഞിട്ട് ഈ ധനുവിൻ്റെ വംശത്തില് ആ വംശാവലി പറയുന്നുണ്ട്. അത് ദേവി ഭാഗവതം 2-ാം സ്കന്ധം 5-ാം അധ്യായം 17-ാം ശ്ലോകത്തിൽ എടുത്ത് തന്നെ വംശാവലിയുടെ തുടക്കം പറയുന്നുണ്ട്. ധനോ പുത്രൗ മഹാരാജ വിഖ്യാതോ ക്ഷിതിമണ്ഡലേ രംഭശ്ചൈവ കരംഭശ്ച ദ്വാവാസ്ത്വം ദാനവോത്തമ. എന്നിട്ട് അവരിലെ കരംഭൻ പഞ്ചനദം എന്ന പുണ്യതീർത്ഥത്തിൽ ജലത്തിൽ മുങ്ങിക്കിടന്ന് തപസ് ചെയ്തതും രംഭൻ പഞ്ചാഗ്നി മധ്യത്തിലും തപസ് ചെയ്തതും, എന്നിട്ട് ആ കഥകൾ മൊത്തവും ആ ഉപാഖ്യാനം മൊത്തവും നമുക്ക് ദേവി ഭാഗവതവുമായിട്ട് ലിങ്ക് ചെയ്താൽ ഈ അയ്യപ്പ തത്വത്തിൻ്റെ നല്ലൊരു എൻറിച്ച്ഡ് കണ്ടൻസ് നമുക്ക് ഹൃദയത്തിൽ കിട്ടും. 1169 ശ്ലോകങ്ങൾ ദേവി ഭാഗവതത്തിൻ്റെ കണ്ടക്സ്റ്റും കൂടെ. അത് അയ്യപ്പ ഭാഗവതത്തിൽ അതിൻ്റെ നല്ല സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ബൈ ദ ബൈ ഇങ്ങനെയും കൂടെ ഒരു പുസ്തകമുണ്ട്. ഇത് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയത്തില്ല. ഇത് ശ്രീമദ് അയ്യപ്പ ഭാഗവതം എന്ന് പറയുന്ന പുസ്തകമാണ്. ഇത് നേരത്തെ കണ്ടിട്ടുള്ള ആളുകളൊന്ന് കൈ ഉയർത്താമോ? കണ്ടിട്ടില്ലല്ലേ? എല്ലാം ക്രിസ്മാസ്റ്റർക്ക് തന്നെ മാർക്ക് പോകുന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങളും ഉണ്ട്. ഇത് എഴുതിയ മഹാത്മാവ്, അദ്ദേഹത്തിൻ്റെ കഥ കേട്ടാൽ നിങ്ങൾക്ക് വിശ്വാസം വരത്തില്ല. ത്രയക്ഷര ചൈതന്യ എന്ന് പറയുന്ന സ്വാമിയാണ്. അദ്ദേഹം കോട്ടയം ജില്ലയിൽ ഒരു സാധാരണ കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്ന അമ്പലവാസി കുടുംബമായിരുന്നു.
അവിടെ മാലയൊക്കെ കെട്ടിക്കൊടുക്കും. അങ്ങനെ വാര്യ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദ വാര്യർ എന്നായിരുന്നു. 8 വയസ്സ് മുതൽ എല്ലാത്തിലും അയ്യപ്പനെയാണ് പിന്നെ കാണുന്നത്. എങ്ങോട്ട് നോക്കിയാലും പിന്നെ അയ്യപ്പനെയാണ് കാണുന്നത്. 10 വയസ്സായി, 12 വയസ്സായി, സ്കൂളിൽ പോയാലും ടീച്ചേഴ്സിൻ്റെ ഒന്നും മുഖത്ത് നോക്കത്തില്ല, കുനിഞ്ഞിങ്ങനെ ഇരിക്കും. ടീച്ചേഴ്സ് ഒന്നും പറയുന്നൊന്നും കേൾക്കത്തില്ല. പക്ഷെ ക്ലാസ് ഫസ്റ്റ് ആരുടെയും മുഖത്ത് നോക്കത്തില്ല. സർവത്ര എല്ലാം നോക്കുന്ന അയ്യപ്പൻ. ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുത്ത അയ്യപ്പൻ ഇങ്ങനെ അത് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം ഈ കുട്ടിക്ക് എന്തോ ഈ മെൻ്റൽ പ്രോബ്ലം ആണെന്ന് കരുതി കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി ഇതിൻ്റെ പേരൻസ്. അവസാനം നമ്മുടെ അണ്ണന്മാർക്ക് പിന്നെ രോഗിയെ കാണുമ്പോൾ തന്നെ അങ്ങ് പ്രിസ്ക്രിപ്ഷൻ എഴുതുമല്ലോ. അപ്പം കുറച്ച് ഭാഷണമൊക്കെ അടിച്ച് കയറ്റി അവസാനം ഈ കുട്ടിയുടെ ഭാവം മനസ്സിലാക്കിയിട്ട് ഒരു ക്രിസ്ത്യൻ സൈക്കിയാട്രിക് പ്രൊഫസർ, ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയായ ഒരു സൈക്കിയാട്രിക് പ്രൊഫസർ പറഞ്ഞു കൊടുത്തു, ഇത് ഒരു പ്രോബ്ലവും ഇല്ല, ഇയാളൊരു വലിയ മഹാത്മാവായി മാറും. ഈ മനുഷ്യന്റെ കാരണം നിങ്ങളുടെ കുടുംബത്തിന് തന്നെ വലിയ മഹത്വം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുപോലെ പറ്റി. എന്നിട്ട് എല്ലാ മലയാള മാസം 1-ാം തീയതി ശബരിമല പോവും. അച്ഛൻ്റെ കൂടെ ശബരിമല പോവും, ശയനപ്രദക്ഷിണം നടത്തും. എന്നിട്ട് ഇങ്ങനെ ശയനപ്രദക്ഷിണം അവസാനിപ്പിച്ചിട്ട് അവിടെ കിടക്കും. ഈ കിടക്കുന്ന സമയത്ത് അടുത്ത 30 ദിവസം എന്ത് ചെയ്യണമെന്ന് അയ്യപ്പൻ പറയും. ഇത് മാത്രമേ അനുസരിക്കത്തുള്ളൂ, ലോകത്ത് വേറെ ആരും പറയുന്നത് അനുസരിക്കത്തില്ല. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഒരു തവണ ഇങ്ങനെ നമസ്കരിച്ച് അവിടെ കിടന്നപ്പോൾ അയ്യപ്പനിൽ നിന്ന് അരുളപ്പാടാണ്, ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടില് ഇന്ന പേരിലൊരു പെൺകുട്ടിയുണ്ട്, അവളാണ് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞു. അവിടെ തപ്പി ചെന്നപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയുണ്ട്, അതിനെ വിവാഹം കഴിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് സർക്കാർ ഉദ്യോഗം കിട്ടി. അങ്ങനെ ഇരുന്ന് കുറേ വർഷം കഴിഞ്ഞ സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ശയനപ്രദർശനം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുന്നു, നീ എൻ്റെ ഭാഗവതം എഴുതി സമർപ്പിക്കണം. അങ്ങനെ അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരം 364 ദിവസം കൊണ്ട് എഴുതി നെക്സ്റ്റ് 365-ാം ദിവസം സമർപ്പിച്ച ഗ്രന്ഥമാണ്. അയ്യപ്പ തത്വവുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളുടെയും A to Z നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ പുസ്തകം വായിച്ചാൽ മതി. പക്ഷേ ദൈവം സഹായിച്ച് നമുക്ക് ഇതൊന്നും അറിയാനോ കാണാനോ മനസ്സിലാക്കാനോ ഒരിടത്തും അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ സംഗതി. ഒരു സംഗതി കൂടെ സൂചിപ്പിച്ചിട്ട് ഞാനിവിടെ ഇന്നത്തേക്ക് ഇത് മതിയാക്കാം. എന്നിട്ട് ബാക്കി കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ സമയമെടുത്ത് നാളെ പറയാം. എന്നിട്ട് ഈ സമയത്ത് മഹിഷി ദേവിയെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി ഓടി നടക്കത്തില്ല. അവസാനം മഹിഷി അവിടെ പോയി സുദീർഘമായ തപസ് അനുഷ്ഠിച്ചു. തപസ്സിന്റെ അന്ത്യത്തിൽ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്താണ് നിനക്ക് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, എനിക്ക് മരണം പാടില്ല, എന്നെ ആരും കൊല്ലാൻ പാടില്ല. അപ്പോൾ പറയുന്നു, ജാതസ്യഹി ധ്രുവ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ജനിച്ചവർക്ക് മരണം ഉറപ്പാണ്, അതുകൊണ്ട് അത് അനുവദിക്കാൻ സാധിക്കത്തില്ല. അവസാനം ഒരു തരികിട വരമാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഹരിയും ഹരനും ക്രീഡിച്ചതിൽ നിന്നൊരു നന്ദനഞ്ജാതനായ അവൻ 6 വത്സരം മർത്യദാസനായി മഞ്ഞിൽ വാഴുകിൽ അവൻ അല്ലാതെ അന്യരാൽ മൃത്യുവേതുമേ ഉണ്ടാകരുതെനിക്കേവം തന്നാലും വരവൻ പ്രഭോ. പച്ച മലയാളമല്ലേ, പെട്ടെന്ന് മനസ്സിലാക്കും. ഹരിയും ഹരനും ക്രീഡിച്ചതിൽ നിന്നൊരു നന്ദനഞ്ജാതനായി അവൻ 6 വത്സരം മർത്യദാസനായി മഞ്ഞിൽ വാഴുകിൽ അവൻ അല്ലാതെ അന്യരാൽ മൃത്യുവേതുമേ ഉണ്ടാകരുതെനിക്കേവം തന്നാലും വരവൻ പ്രഭോ. എന്ന് വെച്ചിരുന്നാൽ യാതൊരു കാരണവശാലും എനിക്ക് മരണം വരരുത്, അതുകൊണ്ട് നടപ്പില്ലാത്ത കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി എണ്ണം കൂട്ടി പറയുക. അതെന്തൊക്കെയാ ആവശ്യപ്പെട്ടത്? ഹരിയും ഹരനും ക്രീഡിച്ചൊരു നന്ദനൻ ഉണ്ടാകണം. ഹരിയുടെയും ഹരന്റെയും പുത്രനായിട്ട്, രണ്ടും മെയിൽ ഗോഡ്സ് അല്ലേ, അപ്പൊ തീർച്ചയായിട്ടും അവരുടെ സംയോഗത്തിൽ നിന്ന് പുത്രൻ ഉണ്ടാവില്ലല്ലോ. ഇനി രാഷ്ട്രീയക്കാർ പറയുന്നല്ലേ, A പ്ലാൻ പൊട്ടിയ B പ്ലാൻ പൊട്ടിയ C പ്ലാൻ പൊട്ടിയ D ഇങ്ങനെ പറയത്തില്ലേ? അതുപോലെ കഷ്ടകാലത്തിന് ഇനി അങ്ങനെ ഒരു പുത്രൻ ഉണ്ടായിപ്പോയാൽ അങ്ങനെ ജനിക്കുന്ന കുട്ടി, ഹരിയുടെയും ഹരന്റെയും പുത്രനായി ജനിക്കുന്ന കുട്ടി കേവല മനുഷ്യന് ദാസനായിട്ട് 12 കൊല്ലം വാഴുകയും ഭൂമിയിൽ ചെയ്യണം. അങ്ങനെ വരുന്നെങ്കിൽ മാത്രമേ അവന് മാത്രമേ എന്നെ കൊല്ലാൻ കഴിയാവൂ. ഇതായിരുന്നു വരം. അയ്യപ്പ തത്വത്തിന്റെ ജം ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ശ്ലോകം. അയ്യപ്പ തത്വത്തിന്റെ ജം ക്ലിപ്പ്. ഇത് ഒരു വലിയ സംശയത്തിന്റെ മറുപടി കൂടിയാണ്. അയ്യപ്പനും ശാസ്താവും രണ്ടാണോ എന്ന മണ്ടൻ പോങ്ങൻ ചോദ്യത്തിന്റെ മറുപടിയും കൂടെയാണ് ഇതിൽ നിന്ന് വരുന്നത്. ഹരിയും ഹരനും ക്രീഡിച്ചതിൽ നിന്നൊരു നന്ദനം ജാതനായ അവൻ 6 വത്സരം മർത്യദാസനായി മഞ്ഞിൽ വാഴുകിൽ അവൻ അല്ലാതെ അന്യരാൽ മൃത്യുവേതുമേ ഉണ്ടാകരുതെനിക്കേവം തന്നാലും വരമൻ പ്രഭോ. ശിവനും വിഷ്ണുവിനും കൂടി ഒരു പുത്രനുണ്ടായി 12 സംവത്സരം മനുഷ്യദാസനായിട്ട് വാഴുകയും ചെയ്തെങ്കിൽ
ആ ഹരിഹരപുത്രന് മാത്രമേ തന്നെ വധിക്കാൻ കഴിയാവൂ. മനഃപൂർവ്വമാണ് ഇത്തൊരു വരം മഹിഷി ആവശ്യപ്പെട്ടത്. ഇത് ഈ സമയത്ത് നമുക്ക് വേറൊരു മഹാത്മാവിന്റെ വരവും കൂടെ ഒന്ന് സൂചിപ്പിക്കാതെ പോയാൽ ശരിയാവില്ല. ഹിരണ്യകശിപു ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. എന്നിട്ട് ബ്രഹ്മാവിൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് എന്നെ ആരും കൊല്ലരുത് അല്ലേ? പക്ഷേ അത് പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എന്താ അങ്ങോട്ട് ആവശ്യപ്പെട്ടത്? സപ്തമസ്കന്ധത്തിൽ അത് പറയുന്നുണ്ട്. യതിരാശിസ്സഭിമതാൻവരാൻ മേ വരദോത്തമാ ഭൂതേഭ്യസ്ത്വത്വിസൃഷ്ടേഭ്യോ മൃത്യുർമാ ഭൂന്മമ പ്രഭോ ന അന്തർബഹിർദിവാനക്തമന്യസ്മാദപി ചായുധൈഃ ഭൂമൗ നാംബരേ മൃത്യുർന നരൈർന മൃഗൈരപി വ്യസുഭിർവാ അസുമദ്ഭിർവാ സുരാസുരമഹോരഗൈഃ അപ്രതിദ്വന്ദ്വതാം യുദ്ധേ ഐകപത്യം ച ദേഹിനാം സർവേഷാം ലോകപാലാനാം മഹിമാനം യഥാത്മന തപോ യോഗപ്രഭാവാണാം യം നരിഷ്യസി കർക്കജേൻ. ഒട്ടും അത്യാഗ്രഹം ഇല്ലായിരുന്നു. അതുകൊണ്ട് 19 ഐറ്റംസ് കൂട്ടിക്കെട്ടി ഒരു വരം ചോദിച്ചോളൂ. യതിദാസ്യസ് അഭിമതാൻ വരാൻമേ വരദോത്തമ. പ്രാർത്ഥിക്കുന്നവർക്ക് അഭിമതകരങ്ങളായ വരങ്ങൾ നൽകുന്നതിൽ ഹേ ബ്രഹ്മദേവ മരണം വരരുത്. 99% അപ്പം ഫുൾ പ്രൊഫൈലില്. പിന്നെ അങ്ങനെ ഭൂതേഭ്യസ്തദ് വിസൃഷ്ടേഭ്യോ മൃത്യുർമാ ഭൂന്മമ പ്രഭോ. അത് കഴിഞ്ഞിട്ടോ നാ അന്തർ ബഹിർ ദിവ നക്തം. അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്. അന്യസ്മാദപി ചായുധൈഹി. ഒരു തരം ആയുധം കൊണ്ട് എന്നെ കൊല്ലരുത്. നാ ഭൂമൗ ഭൂമി വെച്ച് കൊല്ലരുത്. നാ അമ്പരെ ആകാശത്ത് വെച്ച് കൊല്ലരുത്. നാ നരൻ കൊല്ലരുത്. നാ മൃഗൈരവി മൃഗം കൊല്ലരുത്. വ്യസുഭിർവ. വ്യസു എന്ന സംസ്കൃത ശ്ലോകത്തിന്റെ അർത്ഥം വീത അസു. പ്രത്യക്ഷത്തിൽ ജീവിതമില്ല, പക്ഷെ മനുഷ്യനെ കൊല്ലാൻ പ്രാപ്തിയുണ്ട്. നമ്മുടെ ഈ സുനാമിയൊക്കെ അങ്ങനത്തെ സാധനമില്ലേ? അങ്ങനെ ഇതുപോലെയുള്ള ഒന്നും വന്നിട്ട് എനിക്ക് യാതൊരു കാരണവശാലും ഒരു പ്രശ്നം വരരുത്. അസുമദ്ഭിർവ. പ്രത്യക്ഷത്തിൽ ജീവനുള്ള ഒന്നുകൊണ്ടും എനിക്ക് ദോഷം വരരുത്. അസുര മഹോരഗൈഹി. സുരന്മാര് കൊല്ലരുത്, അസുരന്മാര് കൊല്ലരുത്. മഹോരഗൈഹി. മഹാ ഉരകങ്ങള്. അഷ്ടനാഗങ്ങളല്ല, നവനാഗങ്ങളാണ്. കറക്റ്റ് ചെയ്ത് പൊക്കോളണം. കാരണം അനന്തോ വാസുകി ശേഷ പത്മനാഭശ്ച കമ്പല ധൃതരാഷ്ട്ര ശംഖപാല തക്ഷക കാളിയ. നവഗ്രഹമല്ല, അഷ്ടനാഗങ്ങളല്ല, നവനാഗങ്ങളാണുള്ളത്. പലർക്കും തെറ്റുപറ്റാറുണ്ട്. നവനാഗങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പൊ ഈ നവനാഗങ്ങളിൽ ഒന്നുവിൻ്റെയും ഇതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടാകരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് 19 ഐറ്റംസ്. മത്സ്യപുരാണത്തിൽ ഒരെണ്ണം കൂടെ പറയുന്നുണ്ട്. ഋഷയോ വാ നമാം ശാപൈഹി ശപേയു പ്രപിതാമഹ. ഋഷയോ വാ നമാം ശാപൈഹി ശപേയു പ്രപിതാമഹ എന്ന് വെച്ചിരുന്നാൽ ഈ കൊട്ടേഷൻ പാർട്ടീസ് ഉണ്ടല്ലോ, വിളിച്ചുകൊണ്ട് വന്നാൽ ശപിച്ചു കൊല്ലുന്ന ദുർവാസാവിനെ പോലെയുള്ള അണ്ണന്മാർ. അതുപോലെയുള്ള കൊട്ടേഷൻ പാർട്ടീസ് ഒന്നും വന്നേ ശപിച്ചും കൊല്ലരുത്. ഇങ്ങനെ 19+1 20 ഐറ്റംസ് ആണ് ഹിരണ്യകശിപു വരം ചോദിച്ചത്. അതുപോലെ ഇവിടെ മഹിഷി ചോദിച്ചത് 2 വരം. അതിൽ ആദ്യത്തേത് ഹരിയും ഹരനും ക്രീഡിച്ചൊരു നന്ദനൻ ഉണ്ടാവണം. അങ്ങനെ വന്നാൽ അവൻ മർത്യദാസനായിട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ എന്നെ കൊല്ലാവൂ. ഞാൻ പിന്നെ ആ ഭാഗം കഥ വളരെ പ്രശസ്തമായതുകൊണ്ട് വളരെ ചുരുക്കി ഈ പുസ്തകത്തിൽ പറഞ്ഞു വച്ചിരിക്കുക. എന്നിട്ട് പുരുഷന്മാരായ ശിവന്റെയും വിഷ്ണുവിന്റെയും സംഗമത്തിൽ ഒരിക്കലും പുത്രൻ ഉണ്ടാകില്ല എന്നുള്ള ഒരു ധൈര്യം. അങ്ങനെ വന്ന ആ സംഗതി ഈ വരം നേടിക്കഴിഞ്ഞ ശേഷം മഹിഷി ദേവലോകം വരെ ആക്രമിച്ചു. പിന്നെ ഇവിടെയും കടന്നു ചെല്ലാമല്ലോ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. ഇത് മഹിഷി ഉപാഖ്യാനം ദേവി ഭാഗവതത്തിലെ പരാക്രമങ്ങൾ മൊത്തം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ഋഷിമാരെയൊക്കെ ആക്രമിച്ചു. ദേവകളും മറ്റും ത്രിമൂർത്തികളെ തന്നെ അഭയം പ്രാപിച്ചു. അവസാനം മഹിഷിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കരഞ്ഞപേക്ഷിച്ചു. മഹിഷിയുടെ ക്രൂരത കൊണ്ട് കഷ്ടപ്പെട്ട ദേവന്മാർ ശരണാഗതി അടഞ്ഞ സമയത്ത് ഇവിടെയാണ് അയ്യപ്പ തത്വത്തിലേക്ക് വേറൊരു ട്വിസ്റ്റ് കഥയ്ക്ക് വരുന്നത്. ശ്രീ മഹാവിഷ്ണു തൻ്റെ അടുത്ത് നിന്നിരുന്ന ബ്രഹ്മശങ്കരാദികളെ അടുത്ത് ചെന്ന് ഇങ്ങനെ സ്നേഹപൂർവ്വം ആശ്ലേഷിച്ചു. അവരെ ഇങ്ങനെ തഴുകി. അപ്പോൾ ശ്രീഹരി വിഷ്ണുവിന്റെ മഹാസങ്കല്പ പ്രകാരം ഒരു സുന്ദര മഹിഷം അവിടെ ജന്മമെടുക്കുകയാണ്. സുന്ദര മഹിഷം. അങ്ങനെ ആ സുന്ദര മഹിഷം ജനിച്ചു. ആ സുന്ദര മഹിഷം പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തന്നെ ആരുടെയും മനസ്സിനെ വല്ലാതെ ആകർഷിക്കും. അതിഭയങ്കരമായ പവറുള്ളൊരു കാന്തത്തെ ഇരുമ്പെങ്ങനെ ആകർഷിക്കുമോ അതുപോലെ ഈ സുന്ദര മഹിഷത്തെ കണ്ടാൽ ആരും കാമിച്ചു പോകും. ഇത് സ്കന്ദപുരാണം അസുരകാണ്ഡത്തിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും മാത്രമല്ല, ബേസിക് ബുക്സ് പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ കാക്കത്തൊള്ളായിരം സംശയങ്ങൾ വരുന്നത്. ശിവമോഹിനി സംഗമ കഥയും ശാസ്ത്ര അവതാര വർണ്ണനയും അവിടെയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ജനന സമയത്തെ മഹത്വം ഈ ഗഭർക്ഷേ കൃഷ്ണപഞ്ചമ്യാം തിഥൗ എന്ന് പറഞ്ഞ ശ്ലോകങ്ങളുടെ 16 ശ്ലോകങ്ങൾ താഴേക്ക് പറയുന്നുണ്ട്. അതിന്റെ കണ്ടക്സ്റ്റിൽ പറഞ്ഞു വെച്ചേക്കുന്നത് എന്താ? കണ്ഠത്തിൽ കൗസ്തുഭത്തോടും 8 കരങ്ങളിൽ ശംഖചക്രം ശൂലം ചുരിക ഖഡ്ഗം ചാപം ബാണം ചർമ്മം എന്നിവയോടും കൂടി ജനിച്ച മണികണ്ഠൻ കൈലാസത്തിൽ പിതൃസവിധത്തിൽ വളർന്നു. അയ്യപ്പൻ, ഭൂതനാഥൻ, ശാസ്താവ്, പരായഗുപ്തൻ, ആര്യനാഥൻ എന്ന പ്രശസ്തങ്ങളായ 5 പര്യായ പദങ്ങളും സിദ്ധിച്ചു. അതിന്റെ വിശദീകരണവും ഈ ഭൂതനാഥോപാഖ്യാനം ഗ്രന്ഥത്തിൽ പോയെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതിലെ മൂലം 3ാം അധ്യായം 57 മുതൽ 60 വരെയുള്ള ശ്ലോകങ്ങളിലായിട്ടാണ് അത് നൽകിയിരിക്കുന്നത്.
യസ്തു സർവേഷു ഭൂതേഷു ജീവരൂപേണ വർത്തതേ അതാ ഭൂതേശ്വരാഖ്യകൃതവാൻ തസ്യ പത്മജ. അതാണ് അതിന്റെ ഡെഫിനിഷൻ. യസ്തു സർവേഷു ഭൂതേഷു ജീവരൂപേണ വർത്തതേ അതാ ഭൂതേശ്വരാഖ്യകൃതവാൻ തസ്യ പത്മജ. സർവഭൂതങ്ങളുടെയും ഉള്ളിൽ ജീവരൂപേണ വർത്തിക്കുന്നതിനാൽ ശ്രീ ഭൂതനാഥൻ എന്ന അയ്യപ്പനെ വിളിക്കുന്നു. അടുത്തത് ദുഷ്ടാനാം ധർമ്മഹീനാനാം ശാസിതായസ്തു ഭൂതലേ ധർമ്മശാസ്ത്ര ഇതി പ്രോക്തം തസ്മാൽ തസ്യാഭിധാനകം. ദുഷ്ടന്മാരെയും ധർമ്മഹീനന്മാരെയും ശാസിച്ചൊതുക്കി ധർമ്മത്തെ മാത്രം പരിപാലിക്കാൻ അനുവദിക്കുന്നതിനാൽ ധർമ്മശാസ്താവെന്ന് വിളിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതാണ്ട് ഒരു 37 രാജ്യങ്ങളിൽ സഞ്ചരിക്കാനും പോയ രാജ്യങ്ങളിലൊക്കെ ഇത് അറിയിക്കുവാനും എൻ്റെ മാത്രം കെയർ ഓഫിൽ ആയിരക്കണക്കിന് കോപ്പീസ് ഈ പുസ്തകം ആളുകൾ പിന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാനിത് സൂചിപ്പിക്കുന്നത് നിങ്ങളാരും പുസ്തകം വാങ്ങിക്കാനല്ല കേട്ടോ, ഞാൻ പുസ്തക കച്ചവടം നടത്തി ജീവിക്കുന്ന ആളുമല്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ട്, നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ഇതിൽ കൂടെ വേണം ധർമ്മത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പോകുവാൻ. ശ്രീ മാർക്കണ്ഡേയ ധർമ്മശാസ്താവിന് ഞങ്ങളുടെ അനന്തകോടി പ്രണാമം.